നാമം ഈ സമയത്ത് വാഴ്ത്തോടുമാറാകട്ടെ. ഈ നല്ല സമയം ഞാൻ നിങ്ങളോട് ആത്മനിറവിൽ നിന്നൊരു ദൂത് വിളിച്ചു പറയുകയാണ്. ദൈവത്തിന് നിങ്ങളെ അധികമായി ഇഷ്ടമാണ്. കാര്യം അവൻ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ കഷ്ടതകളും പ്രതികൂലങ്ങളും ഒരു സൈഡിൽ നമുക്കുണ്ടാകുമായിരിക്കും. പക്ഷെ അതിൻ്റെ അകത്തൊരു അനുഗ്രഹിക്കപ്പെട്ടൊരു വിജയത്തെ നമുക്ക് കാണാൻ പറ്റും. ദൈവം അതുകൊണ്ടല്ലേ വചനത്തിൽ കൂടെ നമ്മളോട് ഇടപെടുന്നത്. നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാനത് ചുമക്കാം. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ അധികാരത്തിൽ നിന്ന് ഇതിൽ നിന്ന് ഈ വാക്യത്തിൽ നിന്ന് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ദൈവത്തെ കണ്ടവരും ദൈവത്തെ തിരിച്ചറിഞ്ഞവരും ദൈവത്തെ രുചിച്ചറിഞ്ഞവരും ദൈവത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരും ദൈവത്തെ അളവില്ലാതെ അനുഭവിച്ചവരെ സംബന്ധിച്ച് അവരുടെ ലൈഫിനകത്തുണ്ടാകുന്ന പ്രതികൂലങ്ങളും കഷ്ടതകളും ഒരു പീരീഡ് വരെ ആ പ്രതികൂലങ്ങളും കഷ്ടതകൾക്കും ഒതുക്കാൻ കഴിയത്തുള്ളൂ. എങ്ങനെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മുടെ ദൈവമക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അകത്ത് പ്രതികൂലങ്ങളിലും പ്രതിസന്ധികൾക്കും കഷ്ടതകൾക്കും രോഗങ്ങൾക്കും വിവിധതരമായ ബുദ്ധിമുട്ടുകൾക്കും ഒരതിരുണ്ട്, ഒരു പീരീഡുണ്ട്. ആ പീരീഡ് കഴിയാതെ ആ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രതികൂലങ്ങൾക്കോ ആ പ്രതിസന്ധികൾക്കോ ആ കഷ്ടതകൾക്കോ ആ രോഗങ്ങൾക്കോ നിങ്ങളുടെ മേൽ സ്ഥാനമില്ലാതെ നിങ്ങളുടെ ലൈഫിനെ വിട്ട് മാറിപ്പോകും. ഇന്ന് പകൽക്കാലം എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ വ്യക്തിജീവിതങ്ങളും തകർന്നിരിക്കുന്ന ഒടഞ്ഞിരിക്കുന്ന ഭാരങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിജീവിതങ്ങളും ആത്മനിർവ്വിൽ നിന്ന് ദൂത് വിളിച്ച് പറയാണ്, നിങ്ങളുടെ കഷ്ടതകളുടെ ടൈം അവസാനിച്ചു, നിങ്ങളുടെ പ്രതികൂലത്തിൻ്റെ ടൈം അവസാനിച്ചു, പ്രതിസന്ധികളുടെ ടൈം അവസാനിച്ചു. ഒന്നും കൂടെ ഞാൻ പറയുകയാണെങ്കിൽ, ദിസ് ഈസ് യുവർ ടൈം, ഇത് നിൻ്റെ ടൈമാണ്. ദിസ് ഈസ് യുവർ സീസൺ, ഇത് നിൻ്റെ സീസണാണ്. നിനക്ക് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന യഥാർത്ഥമായ റൈറ്റായ വഴിയാണ്, അല്ലെങ്കിൽ ദിവസമാണ്, വർഷമാണ് 2025. 2025 ഈ മെയ് മാസം കഴിയുന്നതിന് പെട്ട് ഈ മെസ്സേജ് കേൾക്കുന്ന ഓരോ വ്യക്തി കൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇതിൽ തിരിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ദൈവം നമ്മളെ അമിതമായി സ്നേഹിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട വിജയത്തെ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അനുഭവിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ള രീതിയിൽ നിന്ന്, ആ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട വിജയം കാണാൻ പറ്റും. പിശാച് ഇത് മനസ്സിലാക്കി നമുക്ക് തരാതവണ്ണം നമ്മളെ പല മേഖലകളിൽ പിശാച് കടത്തിവിടാൻ നോക്കും. പക്ഷേ അതിലൊന്നും നിന്നെ തകർത്ത് കളയാൻ പറ്റത്തില്ല എന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. ഇന്ന് പകൽക്കാലം ഈ സമയത്തിൻ്റെ ദൂത് കേൾക്കുന്ന ഓരോ വ്യക്തിജീവിയോടും ഭാരപ്പെട്ടിരിക്കുന്ന, ബുദ്ധിമുട്ടിയിരിക്കുന്ന, വേദനയോടെ ആയിരിക്കുന്ന, രോഗത്തോടായിരിക്കുന്ന വ്യക്തിയോട് ഞാൻ വിളിച്ചു പറയുകയാണ്, നിന്നെ സൗഖ്യമാക്കാൻ, നിന്നെ വിടുവിപ്പാൻ, നിന്നെ സൗഖ്യത്തിലേക്ക് നടത്തുവാൻ ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവ് നിൻ്റെ റൂമിനകത്ത് ഈ നിമിഷം മുതൽ ഇറങ്ങി വരാൻ പോവുകയാണ്. നിൻ്റെ കഷ്ടതകൾ ദൈവം അതിരുന്നു, നിൻ്റെ രോഗങ്ങൾക്ക് ദൈവം അതിരുവെക്കും, നിൻ്റെ വേദനകൾക്ക് ദൈവം അതിരുവെക്കും. ഈ ദിവസം മുതൽ നിനക്ക് അനുഗ്രഹിക്കപ്പെട്ട വിജയം കാണാൻ പറ്റും. ആമേൻ.